ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മട്ടൻ്റെ ലിവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം മട്ടൺ റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും സ്പൈസി ആയിട്ടുള്ള ഒരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മട്ടൺ ലിവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ 1 കിലോ മട്ടൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള, പിന്നെ ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളിയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ഒരു കുക്കറിൽ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി സവാളയാണ് കേട്ടോ ഇടുന്നത്. ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു സവാളയാണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് ചെറിയ സവാളയാണ്. ബാക്കി ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചെറുള്ളി അഥവാ ചുവന്നുള്ളി ആയിട്ടുള്ളത് അതാണ് ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10-12 ചുവന്നുള്ളി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചതക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നമുക്കിനി അത് വലിയ ചുവന്നുള്ളിയാണ്. നമുക്കിനി ഇഷ്ടമുള്ളതിനനുസരിച്ച് സവാള തീരെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളി കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇവിടെ 2 എണ്ണമാണ് ആഡ് ചെയ്യുന്നത്. ഇനി തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇടാം കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കേട്ടോ. അത് ഞാൻ മല്ലി ക്രഷ് ചെയ്തതാണ് കേട്ടോ. പച്ചമല്ലി ക്രഷ് ചെയ്തതാണ്. അപ്പം ഇനി ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇടാം കേട്ടോ. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. അപ്പം മസാലയുടെ പച്ചമണം മാറുന്ന വരെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് മസാല കരിയും ചെയ്യും. പിന്നെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളത്. തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടി ഇടാനും പിന്നെ അത് വഴറ്റിയെടുക്കാനും. ഇനി നമ്മുടെ മട്ടൻ്റെ ലിവർ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചതുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് എല്ലാ മസാലകളും എത്തണ രീതിയിൽ അത് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. അതുവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് കുക്കർ മൂടി വെക്കാം കേട്ടോ. ഇനി അതെല്ലാം യോജിപ്പിച്ച ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നമുക്കൊരു 6 വിസിലൊക്കെ മതിയായിരിക്കും. അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 6 വിസിലടിച്ചിട്ട് നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ അവിടെ നമ്മുടെ മട്ടൻ്റെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മോഡലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മട്ടൻ ലിവർ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ ചെറുനാരങ്ങ നീരും കൂടി അതിലായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ഈസി ആയിട്ടുള്ള മട്ടൻ ലിവർ റോസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.